ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു റൈസും കറിയുമാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. രാജ്മ ചാവലാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതായത് കിഡ്നി ബീൻസ് കൊണ്ടുള്ള കറിയും പിന്നെ ജീര റൈസുമാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. രാജ്മ ചാവൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലാണ്. ഇത് റെഡ് കിഡ്നി ബീൻസാണ്. ഇത് തലേന്ന് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേകാനായിട്ട് വളരെയധികം ടൈം എടുക്കും. ഒരു 10-20 വിസിലോളം നമുക്ക് ആവശ്യം വരും. അപ്പോൾ അത് നോക്കി അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. കിഡ്നി ബീൻസ് വെന്ത് വരുന്ന ആ സമയം കൊണ്ട് ഞാനിവിടെ ജീര റൈസ് തയ്യാറാക്കാൻ പോവുകയാണ്. ഈ ഒരു റൈസ് കുക്കറിലാണ് നമ്മളിന്ന് ജീര റൈസ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഈ റൈസ് കുക്കറിൻ്റെ കുക്ക് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റാം. ഇവിടെ 2.5 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നു. എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞിപ്പോൾ എടുത്തു വെച്ചേക്കുവാണ്. ജീര റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നെയ്യൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ള് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ജീരകത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റൈസൊക്കെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. റൈസിന് വെന്ത് വരാൻ ആവശ്യമുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് ബസ്മതി റൈസിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. രാജ്മ കറി റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 തക്കാളി നന്നായിട്ട് അരച്ചെടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ മസാലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന രാജ്മ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ രാജ്മ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ നമുക്ക് പിരിഞ്ഞൊഴിക്കാം. അതോടൊപ്പം കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ചെറിയ 2 കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ രാജ്മ കറി റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ റൈസ് കുക്കറിനകത്ത് വെച്ച് ചെയ്യുന്ന ജീര റൈസും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.